അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. കപ്പ പുഴുങ്ങിയതും ബീഫ് കറിയും കട്ടൻ ചായയും. ആൻസൂട്ടന് ഇതിൽ തുള്ളി കളിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നേ. കുറച്ച് നാളായി ഞാൻ ചേട്ടനോട് പഴംപൊരി വാങ്ങിത്താ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ വാങ്ങിത്തന്നില്ല. അവസാനം ഞാൻ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ച് ഗോതമ്പ് മാവ് കലക്കി അങ്ങ് പഴംപൊരി ഉണ്ടാക്കി. നമ്മളിങ്ങോട്ട് ബോളി എന്നൊക്കെ പറയും. അപ്പോൾ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉരുള നമുക്ക് തരാതെ കഴിക്കാറില്ല. അത് നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ മുതലുള്ള അനുഭവവും അവകാശവും അധികാരവും ഒക്കെയാണ് ഇത്. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഹാപ്പിയാകും, തന്നു കഴിയുമ്പോൾ ചേട്ടന് ഹാപ്പിയാകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പ പുഴുങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കുറച്ച് ചെണ്ടമുറിയും കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനങ്ങ് വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കടുകിട്ട് പൊട്ടിച്ച് അങ്ങ് ഒലത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം തേങ്ങ അരപ്പൊന്നും ചേർക്കേണ്ട വന്നില്ല. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഈ പഴംപൊരിയും ബീഫ് കറിയും ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ഇനിയും കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം. നമ്മൾ പഴംപൊരിക്ക് ബോളി എന്ന് പറയൂ കേട്ടോ. ബോളി എന്ന് ചില നാട്ടിലേക്ക് പറയുന്നത് വേറെ ചില സാധനങ്ങൾക്കൊക്കെയാണ്. ആഹാരങ്ങൾ പല നാട്ടിലും പല പേരാണ്. ആൻസൂട്ടിന് മുറിച്ച് കൊടുത്തപ്പോഴത്തേക്ക് നല്ല ചൂട് പൊളിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈയും പൊള്ളി, ആൻസൂട്ടിൻ്റെ വായും ചെറുതായിട്ടൊന്ന് പൊള്ളി. എന്നാലും സാരമില്ല, ചൂടേറ്റതേ ഉള്ളൂ, പൊള്ളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബാക്കി പഴംപൊരി ചേട്ടന് കൊടുത്തു. പക്ഷെ അത് മുഴുവനും അങ്ങ് എടുക്കുമെന്ന് ഞാനും ഓർത്തില്ല. അപ്പോൾ എനിക്കും കഴിക്കണ്ടേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണിത്. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴംപൊരിയും ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണെന്ന് ഞാനൊരു സിനിമയിൽ, ലാലേട്ടനൊരു സിനിമയിലാണ് ഞാനത് കേട്ടിട്ടുള്ളത്. അതിൽ പിന്നെ ഞാനിത് കഴിച്ചു നോക്കി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചൂട് കാരണമാണ് എൻ്റെ മുഖത്ത് വിരിയുന്ന ഈ നവരസങ്ങളോ അല്ലെങ്കിൽ നവരസങ്ങൾക്ക് ഉപരിയായിട്ട് വരുന്ന 4 രസങ്ങളും എല്ലാം കാണാൻ കഴിയും. എന്താണെങ്കിലും ഞങ്ങളുടെ ഇന്നത്തെ പ്രഭാതം വളരെ നല്ലതായിരുന്നു. ഒരുപാട് സ്നേഹം നിറഞ്ഞതായിരുന്നു, ഒരുപാട് ഇഷ്ടം നിറഞ്ഞതായിരുന്നു. ഒരുപാട് നാളായി എല്ലാവരും പറയുന്നു 1 മിനിറ്റ് വീഡിയോ എന്തേ വരാത്തതെന്ന്. എങ്കിൽ പിന്നെ ഇതൊരു 3 മിനിറ്റ് വീഡിയോ ആയിട്ട് അങ്ങ് കിടക്കട്ടെ എന്ന് ഓർത്തു. ആൻസൂട്ടൻ ചൂട് കാരണമാണ് എടുത്ത് കഴിക്കാത്തത്. ചൂടാണെങ്കിലും ഇത് ചൂടോടെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ഒരു ഫാമിലി വൈബ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയല്ലേ? എല്ലാവരും സന്തോഷപൂർവ്വം ഐശ്വര്യത്തോടു കൂടി നന്മയോടുകൂടി മുന്നോട്ട് പോകട്ടെ. സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്.